പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഈ സായാഹ്നം നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഈ മഹാസാന്നിധ്യത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ വളരെ സന്തോഷത്തോടെ, വളരെ പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എന്തെന്നാൽ ഇന്നത്തെ മെസ്സേജിന് അത്രയും വലിയൊരു പവറുണ്ട്. ഇന്നത്തെ മെസ്സേജിൻ്റെ ടൈറ്റിലിന് അത്രയും വലിയൊരു പവറുണ്ട്. കാരണം അത് പൗലോസ് പറയുന്നത് പോലെ ഇത് മാനുഷിക ജ്ഞാനത്തിൽ നിന്ന് എടുത്തൊരു വാക്കല്ല, പിന്നെയോ അത് ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഒരു ടൈറ്റിലാകുന്നത് കൊണ്ട് അതിൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് ഭയങ്കര ഹൈ ആയിരിക്കും. കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം 1-ാമത്തെ ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആണ് ഇന്ന് നാം ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിൻ്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്, ആ വാക്ക് മുതൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം, നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല, ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളാൽ അല്ല. അടുത്ത വാക്ക് മുതൽ നിങ്ങൾ അടിവരയിടണം. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. അപ്പോൾ പൗലോസ് ശ്ലീഹ കൊരിന്തിലെ സഹോദരന്മാരോട് പറയുന്നു, നിങ്ങൾ വളർന്നു വന്നതും നിങ്ങൾ ആചരിച്ചും അനുഷ്ഠിച്ചും ശീലിച്ചും പോന്നിരുന്ന സ്വഭാവത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എൻ്റെ കഴിവല്ല, എൻ്റെ മാനുഷിക ജ്ഞാനമല്ല, എൻ്റെ ട്രിക്കല്ല, എൻ്റെ പ്രസംഗത്തിൻ്റെ പ്രാഗൽഭ്യമല്ല. പകരം നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്തതും എന്നാൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ക്രിയ ചെയ്തതുമാകുന്ന ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. ഒന്ന് നിങ്ങളുടെ വായി കൊണ്ട് പറയാമോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. അവരുടെ വിശ്വാസം മാനുഷികമാകുന്ന ജ്ഞാനങ്ങൾക്കകത്ത് കുടുങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ കൊരിന്തിലെ സഭയെ ദൈവം ശുദ്ധീകരിച്ചെടുത്തെങ്കിലും ചിലരൊക്കെ തിരിഞ്ഞുപോയി മനുഷ്യ ഉപദേശങ്ങൾക്ക് തലവെച്ചു കൊടുത്തു എന്ന് മനസ്സിലായപ്പോൾ, ചിലരൊക്കെ തത്വശാസ്ത്രത്തിൻ്റെ കീഴിലേക്ക് പോയി എന്ന് മനസ്സിലായി, ചിലരൊക്കെ വിട്ടുപോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായപ്പോൾ പൗലോസ് അവിടെ ഓർമ്മപ്പെടുത്തിയ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ തൊട്ടത് എൻ്റെ വാക്കുകളല്ല, നിങ്ങളെ തൊട്ടത് ഞാൻ പ്രസംഗിച്ച വചനങ്ങളല്ല, നിങ്ങളോട് സംസാരിച്ചത് എൻ്റെ വചനങ്ങളുമല്ല. നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ട യേശുക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായിട്ട് വന്ന എൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകൊണ്ട് ഇവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു വശീകരണത്തിൻ്റെ വാക്കല്ല, അതൊരു വശീകരണത്തിൻ്റെ ട്രിക്കല്ല, അതൊരു വശീകരണത്തിൻ്റെ രീതിയല്ല. അവിടെ എന്തെങ്കിലും ഒന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താലാണ്. ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ. ഈ മീറ്റിങ്ങിൽ എനിക്ക് വളരെ ധൈര്യത്തോടെ ഇന്ന് പറയാനായിട്ട് സാധിക്കും, ഉപവാസത്തോടിരിക്കുന്ന ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. അല്ലാതെ ദൈവസന്നിധിയിൽ അധിക സമയം ഈ നാളുകളിൽ വേർതിരിച്ചിരിക്കുന്ന ചില ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ ജ്ഞാനത്തിൽ ആശ്രയിച്ചിട്ട്, മനുഷ്യരുടെ മനുഷ്യരുമായി മാനുഷിക ബന്ധങ്ങളിൽ ആശ്രയിച്ചിട്ട്, മനുഷ്യരുടെ വാക്കിൽ വിശ്വസിച്ചിട്ട് ചിലതൊക്കെ നടക്കാതിരിക്കുന്ന നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇവിടെ മനുഷ്യന് സ്വാധീനമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിനും ദൈവത്തിൻ്റെ ശക്തിക്കും ചെയ്യാൻ കഴിയുന്ന ഒരു സൂപ്പർ നാച്ചുറൽ റിലത്തെക്കുറിച്ച്
പൗലോസ് അവിടെ നിഴൽ രൂപത്തിൽ പറയുന്നു. പൗലോസ് അവിടെ നിഴൽ രൂപത്തിൽ പറയുന്നത്, ഇന്നത്തെ മീറ്റിംഗിൽ ഇരിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാൻ കഴിയും, ഇന്ന് നിങ്ങൾക്കത് പൊരുൾ രൂപത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിങ്ങൾക്കത് പൊരുൾ രൂപത്തിൽ വെളിപ്പെടാൻ പോകുകയാണ്. നിഴല് പോലെ ഇരുന്നതെല്ലാം പൊരുള് പോലെ വെളിപ്പെടാൻ പോകുകയാണ്. മറഞ്ഞിരുന്നതെല്ലാം വെളിച്ചത്തിൽ എന്ന പോലെ വെളിപ്പെടാൻ പോകുകയാണ്. ഇരുട്ടടഞ്ഞിരുന്നതെല്ലാം പ്രകാശത്താൽ വെളിപ്പെട്ട് വരാൻ പോകുകയാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത സമയം നിങ്ങളിൽ ക്രിയ ചെയ്ത ഒരു ആത്മാവ്, നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത സമയം നിങ്ങളിൽ പ്രവർത്തിച്ച ഒരു ശക്തി, ആ ശക്തിയെക്കുറിച്ച് ഗ്രീക്ക് ട്രാൻസ്ലേഷൻ പറയുന്നത് ഡ്യുനാമിസ് എന്നാണ്. ഡ്യുനാമിസ് എന്താണ്? ആത്മശക്തി എന്നൊരു വാക്ക്, രണ്ട് വാക്കുകൾ അവിടെ പറയുന്നുണ്ട് പൗലോസ്. ഒന്ന്, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം. അപ്പൊ രണ്ട് പ്രവൃത്തികൾ അവിടെ നടക്കുന്നുണ്ട്. ഒരു ദൈവത്തിങ്കൽ നിന്ന് തന്നെ രണ്ട് പ്രവൃത്തികൾ, ആത്മാവിൻ്റെ പ്രവൃത്തി, ആത്മാവിൻ്റെ പ്രദർശനം, രണ്ട് ശക്തിയുടെ പ്രദർശനം. ഇതേതെങ്കിലും ഒന്നായിട്ടൊക്കെ പറഞ്ഞാൽ പോരായിരുന്നു പൗലോസിന്. എന്നാൽ രണ്ടിനും രണ്ട് ദൗത്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്യാനുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, ദൈവത്തിൻ്റെ ആത്മാവിന് നിങ്ങളിൽ ചെയ്യാൻ ഒരു ദൗത്യമുണ്ട്. അതേ ദൈവത്തിൻ്റെ ശക്തിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ ഒരു ദൗത്യമുണ്ട്. ഇന്ന് അതിന് നിങ്ങളെ സമർപ്പിക്കുന്നു എന്ന് പറയാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഈ പ്ലാറ്റ്ഫോമിനകത്തുണ്ട്. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവിന് എന്നിൽ ചെയ്യാനുള്ള പ്രവൃത്തി, കർത്താവിൻ്റെ ശക്തിക്ക് എന്നിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തി. എന്താണ് ആത്മശക്തി എന്ന ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആത്മശക്തി എന്നത് മനുഷ്യൻ്റെ സ്വാഭാവികമാകുന്ന ഒരു ശക്തിയോ അല്ലെങ്കിൽ മനഃശക്തിയോ അല്ല. ചിലരൊക്കെ പറയുന്നു മനഃശക്തി കൊണ്ട് നമുക്ക് പലതും നേടാൻ പറ്റുമായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന മനോധൈര്യം കൊണ്ടും മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം കൊണ്ടൊന്നും എനിക്കൊന്നും നേടാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്കറിയാം. അപ്പം മനഃശക്തിയല്ല, സ്വാഭാവികമാകുന്ന ഒരു മനുഷ്യൻ്റെ സ്വാഭാവിക മാനസിക ശക്തിയല്ല ആത്മശക്തി എന്ന് പറയുന്നത്. പിന്നെയോ അത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ദൈവിക ശക്തിയാണ്. ഇത് വളരെ ആഴമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. മനസ്സിന് നമുക്ക് ഇപ്പോൾ ഒരു പാമ്പിനെ അടിച്ചു കൊല്ലാം ഞാൻ വിളിച്ചാൽ ചിലപ്പോൾ ഞാൻ പേടിച്ച് നിന്നാലും ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും അയ്യേ പാസ്റ്റർ ഇത്ര പേടിക്കൊച്ചനാണോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചാടി വന്ന് ടിക്കേന്ന് അതിൻ്റെ തലക്കിട്ട് അടിച്ചു കൊല്ലും. അത് നിങ്ങളുടെ മനഃശക്തിയാണ്. അതിനെ ആത്മശക്തി എന്ന് പറയാനൊക്കത്തില്ല. അത് നിങ്ങളുടെ ധൈര്യമാണ്, നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു ധൈര്യമാണ് നിങ്ങൾ ആ പാമ്പിനെ അടിച്ചു കൊല്ലാൻ തയ്യാറായത്. എൻ്റെ മനസ്സിൻ്റെ ധൈര്യക്കുറവാണ് അയ്യോ എനിക്ക് പേടിയാന്ന് പറഞ്ഞ് മാറി നിന്നത്. അപ്പോൾ ഇത് അതല്ല. അതിനപ്പുറമായി പൗലോസ് ചെയ്തൊരു കാര്യമുണ്ട്. അത് മനസ്സിൻ്റെ ധൈര്യമല്ല, അത് ആത്മാവിൻ്റെ ശക്തിയാൽ ചെയ്ത കാര്യം. അതാണ് കയ്യിൽ ചുറ്റിയ പാമ്പിനെ കുടഞ്ഞ് തീയിലേക്ക് എറിഞ്ഞത്. ഇത് ആത്മശക്തിയിൽ നടക്കുന്ന കാര്യമാണ്. തീർന്നില്ല, ഇത് പരിശുദ്ധാത്മാവിൽ നിന്നുള്ള ശക്തിയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. കണ്ടോ, അവിടെയും പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ എന്ന് പറഞ്ഞ ആ വാക്ക് അങ്ങനെ അങ്ങ് പൂർത്തീകരിക്കുകയല്ല, ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ആത്മാവ് വന്നാൽ മാത്രം പോരാ, ഇവിടെ ശക്തിയുടെ ഒരു ലഭ്യതയും കൂടെ നമ്മൾ ഉറപ്പാക്കേണ്ട ആവശ്യകതയുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഈ പറയുന്ന കാര്യം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തിയെ ദൈവം ആദ്യം തന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. പലർക്കും പറ്റുന്ന അബദ്ധമാണിത്. ഒരു വ്യക്തി ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്നാലുടൻ ദൈവം അവനെ ആത്മശക്തി കൊണ്ട് നിറയ്ക്കുന്നില്ല. ഒരു വ്യക്തി അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനോടുകൂടെ 12 ശിഷ്യന്മാർ അസോസിയേറ്റ് ചെയ്ത അന്നു മുതൽ, പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പോലെ അനോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൻ്റെ കൂടെ നടക്കുന്ന സമയം, അഭിഷേകത്തിൻ്റെ കണ്ടെയ്നറിൻ്റെ കൂടെ നടക്കുന്ന സമയം, അതിൽ നിന്നൊക്കെ തുളുമ്പി ശിഷ്യന്മാരെല്ലാം അഭിഷിക്തന്മാരാകണമായിരുന്നു. പക്ഷേ അതിനകത്ത് ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. ആത്മാവിനെ പ്രാപിക്കാൻ എല്ലാവർക്കും ആഗ്രഹമാണ്, പക്ഷേ അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, അവിടെ ഒരു ലേണിംഗ് പീരീഡ് ഉണ്ട്. ക്ലിയർ? ഒരു ലേണിംഗ് പീരീഡ് ഉണ്ട്.
പലരും ഇത് ഉറപ്പാക്കാതെ ചെന്ന് സാത്താനെയും ഭൂതങ്ങളെയും ഒക്കെ ശാസിച്ചിട്ടാണ് അതിൻ്റെ തിരിച്ചടികളും പേറി അവർ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ പൗലോസ് സ്കേവയുടെ പുത്രന്മാർ 7 പേരുണ്ടായിരുന്നു. പൗലോസ് യേശുവിൻ്റെ നാമത്തിൽ അവിടെ വചനത്തിൽ എടുത്തു പറയുന്ന അപ്പോസ്തല പ്രവൃത്തികളിൽ അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടപ്പോൾ മന്ത്രവാദിയായ സ്കേവയുടെ പുത്രന്മാർ 7 പേരും ചേർന്ന് ഈ ബിസിനസ് കൊള്ളാലോ കാര്യം, കല്ലെടുക്കണ്ട, വിറകിടണ്ട, തീ കത്തിക്കണ്ട, മന്ത്രം പറയണ്ട, ഒന്നും ചെയ്യണ്ട. യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ദേണ്ടടാ പൗലോസിൻ്റെ ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ദേണ്ടടാ ഭൂതം പോകുന്നു, പിശാച് പോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു, ഈ പണി നമുക്ക് ഏറ്റെടുത്താലോ, നമ്മളും കൊള്ളാലോ എന്ന് പറഞ്ഞ് അവർ പൗലോസിൻ്റെ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ ആണയിട്ട് നിന്നോട് പറയുന്നു ഈ മനുഷ്യനെ വിട്ടു പോക എന്ന് പറഞ്ഞപ്പോൾ ആ ഭൂതങ്ങൾ ചോദിച്ച 2 ചോദ്യമുണ്ട്. നീ ഇപ്പം പറഞ്ഞൊരു പേരുണ്ടല്ലോ യേശു ക്രിസ്തു, എനിക്ക് നന്നായിട്ടറിയാം. പിന്നെ പറഞ്ഞല്ലോ പൗലോസ്, അവനെയും എനിക്കറിയാം. ശരി, അവരുടെ 2 പേരുടെയും പേര് പറഞ്ഞിട്ട് എന്നോട് ഈ മനുഷ്യൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തു പോകാൻ പറയാൻ നീ ആരാടാ ചെകുത്താനെ? ഇതാണ് ആ ഭൂതങ്ങൾ ചോദിച്ചത്. തീർന്നില്ല. എന്നിട്ട് ചാടി ആ മനുഷ്യൻ്റെ മേൽ നിന്ന് ഇവന്മാരുടെ ശരീരം കണ്ടപ്പോൾ ഇത് കൊള്ളാം, കുറച്ചും കൂടെയൊക്കെ വല്ലതുമൊക്കെ നമുക്ക് കിട്ടും കഴിക്കാൻ എന്നും പറഞ്ഞ് ചാടി ഈ മനുഷ്യൻ്റെ മേലേക്ക് കയറി. എന്താ ഇതിൻ്റെ അകത്തുനിന്ന് മനസ്സിലാക്കേണ്ടത്? ഇതാണ് ആത്മാവും അധികാരവുമില്ലാതെ നമ്മൾ ചില മേഖലയിലേക്ക് കൈനീട്ടിയാൽ, ആക്രോശിച്ചാൽ സംഭവിക്കുന്ന ദുരന്തം. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആത്മാവും ശക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൽ. അപ്പോൾ നിങ്ങൾ പറയും പാസ്റ്ററൊക്കെ വിശ്വാസത്തിൽ വരുന്നതിന് മുന്നേ ഞങ്ങളൊക്കെ ഇതിനകത്തേക്ക് വന്നതാന്ന് പറയാൻ സാധ്യതയുണ്ട്. പക്ഷേ എപ്പോൾ വന്നു എന്നോ, എത്ര വർഷം കൊണ്ട് ഇതിൽ തുടരുന്നു എന്നുള്ളതോ, എത്ര പ്രാവശ്യം ഉപവസിച്ചു എന്നുള്ളതോ ഇതിൻ്റെ ഒരു മാനദണ്ഡമേ അല്ല. ഇത് ദൈവം തൻ്റെ ആത്മാവിനാൽ പകരുന്ന ഒന്നാണ്. അതിനൊരു വെയിറ്റിംഗ് പീരീഡുണ്ട്, അതിന് ഒരു യോഗ്യത ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ട്. ബൈബിൾ പറയുന്നു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചതിന് ശേഷം നിങ്ങൾ യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം. ആത്മശക്തി ഒരു വ്യക്തിയുടെ മേൽ വരുന്നത് അവനെ പ്രസന്റ് സിറ്റുവേഷനിൽ നിന്ന് അടുത്ത ഒരു മേജർ റിലത്തിലേക്ക് ഒരു സൂപ്പർ നാച്ചുറൽ ഷിഫ്റ്റ് നടത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആശങ്കയിലായിരിക്കുന്നെങ്കിൽ, മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു മിനിസ്ട്രി ഡയറക്ഷൻ കിട്ടാത്ത രീതിയിൽ നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, ഫാമിലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആകെ മുഴുവൻ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നെങ്കിൽ, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ നിങ്ങൾ ആകെ മൊത്തം കുഴങ്ങിയിരിക്കുന്നെങ്കിൽ, ലിസൺ മീ, ദൈവത്തിൻ്റെ ആത്മാവും ശക്തിയും നിങ്ങളുടെ മേൽ വരാൻ നിങ്ങൾ അനുവദിക്കുകയും അതിനുവേണ്ടി നിങ്ങൾ കാക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രത്യേകിച്ച് ഈ നാളുകളിൽ നിങ്ങൾ ആ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്ന് എന്നിൽ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എന്നിൽ നിറയുന്നത് പരിശുദ്ധാത്മാവും എന്നിലൂടെ പ്രകടമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ പ്രകടനങ്ങളുമാണ് എന്ന് നിങ്ങൾ കൺഫേം ചെയ്താൽ അതൊരു മേജർ ഷിഫ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വന്ന സമയത്ത് എനിക്ക് ആദ്യം ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അഭിഷേകം ലഭിക്കുക എന്ന് പറയുന്നത്. ഈ അഭിഷേകം ലഭിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാമായില്ല. ചുരുക്കി പറഞ്ഞാൽ അന്യഭാഷ പറയുക എന്ന് പറഞ്ഞാൽ എല്ലാമായില്ല. അതൊരു ബേസ് ലെവൽ. ഒരു കൊച്ചുകുട്ടി ആദ്യം എന്ന് പറയുന്ന പോലെ അവൻ അമ്മ എന്ന് പറയാൻ ശരിക്ക് പറ്റാത്തതുപോലെ അവൻ്റെ ആദ്യ സമയങ്ങളിൽ അവൻ പറയുന്ന കാര്യമാണതമ്മ. അന്യഭാഷകളിൽ നമ്മൾ പറയുമ്പോൾ അത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പാണത്. അവിടെ നമ്മൾ വീണ്ടും അതിനകത്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്ത് ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ ഒരു എവിഡൻസായി കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പൗഷൻ നമ്മുടെ മേൽ
പകരാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞ് നിങ്ങൾ പരിശുദ്ധാത്മാവ് വന്ന് ശക്തി ലഭിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങൾ മിനിസ്ട്രിക്ക് ഇറങ്ങാവുള്ളൂ. ഇന്ന് ജ്ഞാനമില്ലാതെ, ശരിക്കും ദൈവത്തിൽ നിന്നൊരു കൺഫർമേഷൻ കിട്ടാതെ ഏതെങ്കിലുമൊക്കെ പൈശാചിക മേഖലകളിൽ കൈവച്ചിട്ട് പൊള്ളിയിരിക്കുന്ന ആരെങ്കിലും ഈ മീറ്റിങ്ങിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ റിസ്റ്റോറേഷൻ ഡേ ആണിത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ശക്തി എന്ന വാക്ക്, അതിൻ്റെ ഗ്രീക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് ഡ്യുനാമിസ് എന്നാണ്. അതായത് അത്ഭുതം സൃഷ്ടിക്കുന്ന ദൈവശക്തി. അത്ഭുതം ഉണ്ടാവുമല്ല, എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം, അതാ ഞാൻ പറഞ്ഞു ഇന്നത്തെ മീറ്റിങ്ങിന് പ്രത്യേകത ഉണ്ടെന്ന്. അത്ഭുതം ഉണ്ടാകുകയല്ല, നിങ്ങൾ അത്ഭുതം സൃഷ്ടിക്കുന്നവനാക്കി ദൈവം മാറ്റും. എങ്ങനെ? മിസ്റ്റർ ദീപു, നിങ്ങൾക്ക് അതിന് സാധിക്കുമോ? എനിക്ക് സാധിക്കത്തൊന്നുമില്ല. പക്ഷെ എന്നിൽ നിറയുന്ന ആത്മശക്തിയിലാണ് ഞാൻ ചിലത് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ചിലതിനോട് കമാൻഡ് ചെയ്യുന്നതെങ്കിൽ, അവിടെ അത്ഭുതം സൃഷ്ടിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഇതൊക്കെ ദൈവനാമം മഹത്വപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇതൊന്നും ഒരാളുടെ പേരുയരാനോ സ്റ്റേജ് ഷോ കാണിക്കാനോ വേണ്ടിയിട്ടല്ല. ഇതൊക്കെ ക്രിസ്തു യേശുവിൻ്റെ നാമം മഹിമപ്പെടാൻ വേണ്ടി ചെയ്യുന്നതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഇന്ന് ഈ മീറ്റിങ്ങിൽ വളരെ പ്രാർത്ഥനയോടെയും ജാഗരിച്ചും ശ്രദ്ധിച്ചും ഇതിനകത്തുള്ള ചില കുറിപ്പുകൾ നോട്ടെഴുതിയും എടുക്കുന്ന ചില ആത്മാർത്ഥതയുള്ളവരുടെ മേൽ ദൈവത്തിൻ്റെ ഡ്യുനാമിസ് പവർ ഈ മീറ്റിങ്ങിന് ആശീർവാദം പറയുന്നതിന് മുൻപേ വെളിപ്പെട്ട് വന്നിരിക്കും. അതോടുകൂടി അവിടെ അത്ഭുതങ്ങൾ കൽപ്പിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി നിങ്ങളിൽ പലരും മാറുമെന്ന് മെസ്സേജ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ ആത്മശക്തി ഒരു വ്യക്തിയുടെ മേൽ വന്നു കഴിഞ്ഞാൽ അവനിൽ പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ശക്തി സജീവമാകുകയാണ്. ആത്മശക്തിയുടെ ഉറവിടം അത് എന്താണ്? ആത്മശക്തിയുടെ ഉറവിടം മനുഷ്യനല്ല. ആത്മശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ്. ആത്മശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമം. ആത്മശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് പ്രാർത്ഥന. ആത്മശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് ഉപവാസം. ആത്മശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നത് വിശ്വാസം. ഇതിലൂടെ മാത്രമേ നമ്മുടെ മേൽ ആത്മശക്തി ദൈവം പകരുകയുള്ളൂ. അന്യഭാഷ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവ് നമ്മുടെ മേൽ വരുന്നതിൻ്റെ സൈനാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നതിൻ്റെ സൈനാണ്. പരിശുദ്ധാത്മാവ് വന്നാലുടൻ എനിക്ക് രോഗിയെ സൗഖ്യമാക്കണം, നടക്കാം, സാധിക്കും. മരിച്ചവരെ വരെ ഉയർപ്പിക്കാം. പക്ഷെ ആ മനുഷ്യനോട് ചോദിച്ചാൽ പറയാൻ പറ്റും, അവർ നമ്മളോട് പറയും, പാസ്റ്റർ നിങ്ങളുടെ മുട്ടിൻ്റെ തഴമ്പല്ല എൻ്റെ മുട്ടിൻ്റെ തഴമ്പെന്ന്. മനസ്സിലായ ഞാൻ എന്താ ഉദ്ദേശം? അത്രത്തോളം ദൈവസന്നിധിയിൽ കരയുകയും പ്രാർത്ഥിക്കുകയും ഫാസ്റ്റ് ചെയ്യുകയും ജീവിതം അത്രത്തോളം കളങ്കം തട്ടാതെ കാത്തു സൂക്ഷിച്ച് കൊതിയോടെ ചോദിച്ച് വാങ്ങിയതാണ് അവരുടെ മേൽ ആരംഭത്തിൽ തന്നെ വലിയ വീര്യപ്രവൃത്തികൾ നടക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ആത്മശക്തിയുടെ സ്വഭാവം ഡ്യുനാമിസ്. ഡ്യുനാമിസ് എന്ന് പറയുന്നതിൻ്റെ വാക്കൊരു ഇൻഹെറിറ്റൻ്റ് എബിലിറ്റിയാണത്. ഇൻഹെറൻ്റ് എബിലിറ്റിയാണ് എന്ന് പറഞ്ഞാൽ ഡ്യുനാമിസ് പവർ ഒരു വ്യക്തിയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് പകരുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവാണ് പകരുന്നത്, ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ആത്മാവ് പകരുമ്പോൾ അവനിലൊരു ഇൻഹെറൻ്റ് എബിലിറ്റി ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ അന്തർലീനമാകുന്ന ശക്തി. ആ ശക്തി എൻ്റെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ അളവിലല്ല, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാരത്തിൻ്റെ അളവിലല്ല. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു 30 കിലോയേ ഉള്ളെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു 50 കിലോയേ ഉള്ളെങ്കിൽ പോലും, നിങ്ങളിൽ ഇരിക്കുന്ന ഇൻഹെറൻ്റ് എബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു ആത്മശക്തി ദൈവം പകരുകയാണെങ്കിൽ അത് ചിലപ്പോൾ 500 കിലോ ആയിരിക്കും, അല്ലെ 500 പൗണ്ട് ആയിരിക്കും. അതുകൊണ്ടാണ് ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അയ്യോ പാവം ഇവനും പാസ്റ്ററോ എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്കാർക്കും തോന്നാൻ സാധ്യതയില്ല, എനിക്കൊട്ടും തോന്നി. പക്ഷേ ആ മനുഷ്യൻ മൈക്ക് കയ്യിലേക്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വിരൽ ചൂണ്ടുമ്പോൾ അവിടെ നിൽക്കുന്ന മനുഷ്യരെല്ലാം തെറിച്ചു പോകുന്നത് കാണാം. ആ മനുഷ്യൻ്റെ ശരീരമോ ആ മനുഷ്യൻ്റെ രൂപമോ ആ മനുഷ്യൻ്റെ ഭാവമോ ആ മനുഷ്യൻ്റെ കാഴ്ചയോ നമ്മുടെ കാഴ്ചയിലുള്ള രീതിയോ വെച്ച് ഒന്നും നടക്കാൻ സാധ്യതയില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന സമയത്തായിരിക്കും അവിടെ ചെയറിലിരിക്കാൻ ആളില്ലാതെ ആത്മശക്തിയുടെ പ്രവാഹം ആ മനുഷ്യൻ മൈക്കെടുത്ത് വാ തുറക്കുമ്പോൾ സംഭവിച്ചു തുടങ്ങുന്ന. അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ്റെ കഴിവോ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ തൂക്കമോ വെച്ചല്ല ദൈവം ഒരു മനുഷ്യൻ്റെ മേൽ ആത്മശക്തി പകരുന്നത്. അത് ദൈവത്തിൻ്റെ
കാഴ്ചപ്പാടിനനുസരിച്ചാണ്. എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. ഈ നാളുകളിൽ പലരും നിങ്ങളുടെ കഴിവിനെ ചൊല്ലി പരിഹസിക്കുമ്പോൾ, നിങ്ങൾക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല, ഇത്രയും കാലം പൈസ ചെലവാക്കിയിട്ടെന്ന് ചിലർ നിങ്ങളെ വിധിച്ചപ്പോൾ, നിങ്ങൾ മാത്രം ശ്രമിച്ചിട്ട് എന്തുകൊണ്ട് മാന്യമായൊരു ജോലിയും മാന്യമായ ഒരു ശമ്പളവും സമ്പാദിക്കാൻ പറ്റുന്നില്ല എന്ന് ചിലരൊക്കെ ചോദിക്കാതെ ചോദിച്ചപ്പോ, നീ ഇത്രയും കാലം ജീവിച്ചിട്ട് നീ എന്ത് നേടി എന്ന് ചിലർ നിങ്ങളോട് ചോദിക്കുമ്പോൾ, നിന്റെ ജീവിതത്തിൽ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ കഷ്ടതയും കണ്ണുനീരും തകർച്ചയും രോദനങ്ങളും മാത്രമെന്ന് ചിലർ അർത്ഥവും മുനയും വെച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് കാറ് കിട്ടും, ബംഗ്ലാവ് കിട്ടും, നിങ്ങളുടെ അക്കൗണ്ട് നിറയുമെന്ന് പറയാൻ ഞാൻ തുനിയുന്നില്ല. പകരം നിങ്ങളുടെ മേൽ പകരുവാൻ ഒരു ആത്മശക്തി ഇന്നത്തെ ദിവസം ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ, അതിനെ ഒന്ന് സ്വീകരിക്കാൻ നീ പൈസ കൊടുക്കണ്ട, നിന്റെ മനസ്സ് നീ ഒന്ന് കൊടുത്താൽ സ്വർഗം നിന്റെ മേൽ അത് പകരും. നിന്നെ കൊണ്ട് അസാധ്യം എന്ന് പറഞ്ഞത് ഈ ഡ്യുനാമിസ് പവറിലൂടെ സാധ്യമാക്കി കിട്ടും. നിങ്ങൾ നിങ്ങളുടെ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ ഡ്യുനാമിസ് പവറിലൂടെ ആണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഓ മൈ ഗോഡ്, ഈ ഡ്യുനാമിസ് പവറിലൂടെ ആണെങ്കിൽ, നിങ്ങൾ മിനിസ്ട്രി ചെയ്യുന്നത് ഈ ഡ്യുനാമിസ് പവറിലൂടെ ആണെങ്കിൽ, ഓൺലൈൻ മീറ്റിംഗ് ആണോ ഫിസിക്കൽ മീറ്റിംഗ് ആണോ ഓഫ്ലൈൻ മീറ്റിംഗ് ആണോ എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. ക്രിയ നടക്കുന്നത് സ്റ്റേജിന്റെ ബേസിലല്ല, മിനിസ്ട്രി നടക്കുന്നത് സ്പിരിറ്റിന്റെ ബേസിലാണ്. The name of Jesus Christ. ഇന്ന് നിങ്ങൾ ഇരിക്കുന്ന സമയം എവിടെയൊക്കെയോ ഈ അന്തർലീനമാകുന്ന ശക്തി ഒഴുകി തുടങ്ങുന്നത് എനിക്ക് എൻ്റെ ആത്മാവിൽ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. എവിടെയൊക്കെ അന്തർലീനമാകുന്ന ശക്തി പുറമെ വന്ന് നിന്നെ തൊടാൻ ഒരു പാസ്റ്റേഴ്സിന് പോലും ഇപ്പോൾ കഴിയാത്തൊരു സാഹചര്യമായിരിക്കും. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രാർത്ഥിക്കുന്ന അമ്മയ്ക്ക് കയറി വരാൻ പോലും പറ്റാത്ത ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഭവനമായിരിക്കും. പക്ഷേ ഞാൻ സംസാരിക്കുന്ന ഈ ശക്തി ഇത് അന്തർലീനമാകുന്ന ശക്തിയാണ്. നിങ്ങളുടെ അകത്തൊരു ആത്മാവ് പകർന്നവന് തന്നെ നിങ്ങളുടെ ആത്മാവിലൂടെ നിങ്ങളുടെ പ്രാണനിലേക്ക്, നിങ്ങളുടെ ശരീരത്തിലേക്ക് തിരിച്ചറിയത്തക്ക നിലയിൽ അത് നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയുന്ന ഈ ഡ്യുനാമിസ് പവർ, ദിസ് ഇൻഹെറന്റ് എബിലിറ്റി ഇന്ന് രാത്രിയിൽ വിശ്വസിക്കുന്നവരെ സ്വർഗം റിലീസ് ചെയ്യട്ടെ. ഓ ജീസസ് പവർ. അന്തർലീനമാകുന്ന ശക്തി, ഒരു ഇൻഹെറന്റ് എബിലിറ്റി ഒരു വ്യക്തിയിൽ ആക്റ്റീവായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു കാര്യത്തെ മാറ്റി മറിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നൽകുന്നൊരു സഹജമായ കഴിവ് അവനിലുണ്ടാകും. പിതാവായ ദൈവം പുത്രനാം യേശു ക്രിസ്തുവിന്റെ മേൽ കൊടുത്ത ഇൻഹെറന്റ് എബിലിറ്റിയാണ് മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു എന്നുള്ളത്. നയീൻ എന്ന പട്ടണത്തിലെ അമ്മയുടെ ഏക മകനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളത്, ചന്ദ്രരോഗിയായ മകനെ ശിഷ്യന്മാർ വിചാരിച്ചിട്ട് പോലും മാറി മാറി തലയ്ക്ക് പിടിച്ച് കുലുക്കിയിട്ട് പോലും സൗഖ്യമാകാത്ത സ്ഥാനത്ത്, ശ്രദ്ധിക്കണം, ശിഷ്യന്മാരെല്ലാവരും ശ്രമിച്ചിട്ട് കഴിയാത്തത് യേശു പ്രാർത്ഥനാ മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഞൊടിയിടയിൽ സാധിച്ചു എന്നുള്ളത്. കണ്ണുണ്ട്, കാഴ്ചയില്ല, 0% സാധ്യതയുള്ള ജന്മന അന്ധനായ ഒരു മനുഷ്യൻ അവർക്ക് കാഴ്ച കൊടുത്തു എന്നുള്ളത്. ഒരു സാഹചര്യത്തെ മാറ്റി മറിക്കാൻ, ഒരു സാഹചര്യത്തെ, നിലവിലുള്ള അസാധ്യതകളെ സാധ്യമെന്ന ഒരൊറ്റ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുന്ന ശക്തിയാണ് ഇൻഹെറന്റ് എബിലിറ്റി, അല്ലെങ്കിൽ അന്തർലീനമാകുന്നൊരു കഴിവ്, അല്ലെങ്കിൽ ഡ്യുനാമിസ് പവർ ഒരു വ്യക്തിയുടെ മേൽ ആക്റ്റീവായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത്. രണ്ടാമത്തത്, അത്ഭുതകരമാകുന്നൊരു പ്രവർത്തന ശേഷി ആ വ്യക്തിയിൽ ഉണ്ടായിരിക്കും. സാധാരണക്കാർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ചിന്തിക്കത്തക്ക തരത്തിലുള്ള നിലയിലുള്ളൊരു അത്ഭുതകരമാകുന്നൊരു പ്രവർത്തന ശേഷി ആ മനുഷ്യൻ്റെ മേൽ
ഉണ്ടായിരിക്കും. അത് പ്രകൃതി നിയമങ്ങൾക്കും അപ്പുറം ഒരു ദൈവിക ഇടപെടൽ കൊണ്ടുവരുവാൻ ഒരു വ്യക്തിയിൽ കിടക്കുന്ന ആത്മശക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആത്മശക്തിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മശക്തി എന്ന് പറയുമ്പോൾ ഒത്തിരി ഒച്ചത്തിൽ പ്രസംഗിക്കുക, ഒത്തിരി ഒച്ചത്തിൽ കൈയടിക്കുക, അലറിക്കൊണ്ട് ചില കാര്യങ്ങൾ പറയുക, അതൊന്നും അല്ല. ഇപ്പം എൻ്റെയൊക്കെ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് ആ ഒരു ഫ്ലോ വരുന്ന സമയത്ത് ഉയരുന്നതാണ്. അത് ഹോളി സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ശാന്തമായി സംസാരിച്ചാൽ, യേശുക്രിസ്തുവൊക്കെ ശാന്തമായി പ്രസംഗിക്കുന്ന ആൾക്കാരായിരുന്നു. പൗലോസ് ആണെങ്കിൽ അതിനേക്കാൾ ശാന്തമായി വചനം സംസാരിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ലുത്തിക്കോസ് എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ പയ്യൻ ജനലിൻ്റെ അവിടെ ഇരുന്ന് പൗലോസ്ലീഗായുടെ പ്രസംഗം കേട്ട് പുള്ളി താഴെ വീണ് ചത്തുപോയി. അവസാനം പൗലോസ് താഴെ ഇറങ്ങി വന്നാണ് വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ച് ജീവൻ കൊടുത്ത് തിരിച്ച് കയറ്റി വിട്ടു. ഇനി ഉറങ്ങരുത് കേട്ടോ, വരുമ്പോൾ പില്ലോയും കൂടെ കൊണ്ടുവരണം, എന്നാൽ തറയെ കിടക്കാമെന്ന് പറഞ്ഞു വിട്ടു. നമ്മളെത്ര ഒച്ചത്തിൽ പ്രസംഗിച്ചാലും ഉറങ്ങുന്ന ലുത്തിക്കോസുമാർ ഈ മീറ്റിങ്ങിനകത്തുണ്ടാകും. അതെല്ലായിടത്തും ഉണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചേ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രസംഗമൊക്കെ വളരെ സോഫ്റ്റ് ആയിരുന്നു എന്നാണ് കേൾക്കുന്നത്, പറഞ്ഞു കേട്ടത്, വായിച്ചതല്ല, പറഞ്ഞു കേട്ടത്. പലരും പറഞ്ഞു കേട്ടത്, പല ദൈവദാസന്മാരും, നല്ല ജ്ഞാനമുള്ള ദൈവദാസന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരി, ശ്രദ്ധിച്ചാൽ അപ്പോൾ ഒരു ഡ്യുനാമിസ് പവർ ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനിൽ ഇങ്ങനെയുള്ള ദൈവദത്തമാകുന്ന വരങ്ങൾ അവനിൽ ആക്റ്റീവായിരിക്കും. പിന്നെ ധാർമ്മിക ശക്തി വർദ്ധിക്കും. എന്താ ധാർമ്മിക ശക്തി എന്ന് പറയുന്നത്? പാപത്തെയും ലോകത്തെയും ജയിക്കാനുള്ള ബൗദ്ധിക കരുത്തല്ല, ആന്തരിക കരുത്ത്. എന്നെ ശ്രദ്ധിച്ച ദൈവമക്കൾ, പല യൗവനക്കാർക്കെന്ന് മാത്രമല്ല പല മുതിർന്നവർക്കും പറ്റുന്നൊരു കാര്യം, പാപം അവരുടെ ജീവിതത്തെ കാർന്ന് തിന്നുന്നു എന്നവർക്ക് അറിയാമെങ്കിലും അവർ ബുദ്ധിയിലും മനസ്സിലും ചില തീരുമാനങ്ങൾ എടുക്കും. പക്ഷേ മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടുകളിൽ മറഞ്ഞു കിടക്കുന്ന പഴയ പാപത്തിൻ്റെ ചിത്രങ്ങളും വേരുകളും ഒന്നും അവരുടെ എവിടെ ഇരിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, ഏത് രൂപത്തിലിരിക്കുന്നു എന്ന് അറിയാത്തത് കൊണ്ട് ചില പ്രത്യേക ഇടവേളകളിൽ പഴയ മോഹങ്ങളും ആഗ്രഹങ്ങളും ആശകളും ചിത്രങ്ങളും എല്ലാം നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞു വരും. നമ്മൾ കണ്ണടച്ചാലും കണ്ണിൻ്റെ മുമ്പിൽ തെളിഞ്ഞു വരും. എന്തിനാണ്? മറ്റൊരു ഡയറക്ഷനിലേക്ക് അന്തർലീനമാകുന്ന ശക്തിയുള്ള നിന്നെ കൊണ്ടുപോകാൻ. എന്നാൽ അന്തർലീനമാകുന്ന ശക്തി അല്ലെങ്കിൽ ഡ്യുനാമിസ് പവർ, ദൈവത്തിൻ്റെ ആത്മശക്തി ഒരു മനുഷ്യൻ്റെ മേൽ പ്രവർത്തന സജ്ജമായി കഴിഞ്ഞാൽ അവന് അകത്ത് ഇതിൻ്റെ മോഹം ജനിക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ അതിനെ കരിച്ചു കളയാനുള്ള ധാർമ്മിക ശക്തിയും കൂടെ ഈ ഒരു ആത്മീക ഇടപെടലിലൂടെ അവന് നൽകും. അതിലൂടെ എന്ത് സംഭവിക്കും? അവനിലെ അധികാരവും ശക്തിയും വർദ്ധിക്കും. അതാ ഞാൻ പറഞ്ഞ എക്സോസിയ എന്ന് പറയുന്ന അധികാരത്തിൻ്റെ മറ്റൊരു വാക്കാണ് എക്സൂസിയ. ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസുകാരൻ എക്സൂസിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 പേർ റോഡിൽ നിൽക്കുന്നു. ഒരു വ്യക്തി സാധാരണ എന്നെ പോലെ വസ്ത്രം ധരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ലോറിക്ക് കൈ കാണിച്ചവൻ്റെ കയ്യെ മാറി ആ ലോറി വളച്ചെടുത്തുകൊണ്ട് അയാൾ അങ്ങ് പോയി. പിന്നെ ഒരു ബൈക്കുകാരൻ വന്നു, കൈ കാണിച്ചു, നിക്ക് ഈ വണ്ടി പോയിട്ട് പോകാമെന്ന് ഇങ്ങനെ കൈ കാണിക്കുക, അവരെ മാറിക്കട അവിടുന്ന് എന്നും പറഞ്ഞ് അവനും ഇവനെ മറികടന്നു പോയി. അതേ സ്ഥാനത്ത് ഒരു പോലീസുകാരൻ യൂണിഫോം ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നു, കൈ കാണിച്ചു, ആ വണ്ടി അവിടെ നിൽക്കും. എപ്പോൾ ആ കൈ താഴ്ത്തുമോ അല്ലെങ്കിൽ പോകാൻ പറയുമോ അന്നേരം അല്ലാതെ അവൻ വണ്ടി എടുത്തുകൊണ്ട് പോകത്തില്ല. കാര്യം എന്താ? അത് ആ മനുഷ്യൻ്റെ മേൽ കിടക്കുന്ന യൂണിഫോമിൽ പ്രതിഫലിക്കുന്ന അധികാരമാണ്. 2 പേരും മനുഷ്യരാണ്. പക്ഷേ വസ്ത്രത്തിൻ്റെ വ്യത്യാസം, നിറത്തിൻ്റെ വ്യത്യാസം, പേരിൻ്റെ വ്യത്യാസം, അതാണ് ഒരു വ്യക്തിയെ ഇവൻ പോലീസ് അല്ലെന്നും മറ്റവൻ പോലീസാണ് എന്നുള്ളതും ബോധ്യപ്പെടുത്തി. നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കുന്ന ഒരു തിന്മയുടെ ലോകമുണ്ട്. നിങ്ങളുടെ മേൽ കിടക്കുന്നത് ഏത് തരത്തിലുള്ള അധികാരമാണ് എന്ന് പോലും ആ ലോകത്തിനും ആ ലോകത്തിൽ വസിക്കുന്ന ജീവികൾക്കും അറിയാം. നിങ്ങളുടെ മേൽ അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ ഞാൻ തുറന്നു പറയാം, തീർച്ചയായിട്ടും ഇതൊരു ആത്മകാര്യമാകുന്നു, ഇതൊരു ആത്മലോകവുമായി ബന്ധപ്പെടുന്ന കാര്യമാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരെ അറ്റാക്ക് ഉണ്ടായിരിക്കും. എന്നാൽ നിങ്ങളിൽ കിടക്കുന്ന അധികാരം ഉപയോഗിച്ച് നിങ്ങൾക്കതിനെ തകർക്കുവാൻ കഴിയും. അതാണ് എക്സോസിയ, അധികാരം എന്ന് പറയുന്നത്. രണ്ടാമത്തതാണ് ഡ്യുനാമിസ്, ശക്തി. ഒരു അധികാരം നടപ്പിലാക്കാൻ ആവശ്യമായ ഊർജമാണ്. ഒരു അധികാരം
നടപ്പിലാക്കാൻ ആവശ്യമായ ഊർജമാണ് ഡ്യുനാമിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്ന. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ BMW കാറുണ്ട്. കാറിന് 4 ടയറും 4 ടയറിൽ എയറും ഉണ്ട്. പക്ഷെ വണ്ടി നീങ്ങത്തില്ല. കാര്യം എന്താ? ആ കാറിനെ തള്ളിക്കൊണ്ടു പോകാൻ ആവശ്യമായ ഊർജമെന്ന ഇന്ധനം ആ വാഹനത്തിനകത്ത് നിറച്ചെങ്കിൽ മാത്രമേ അതിനെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തെ, പലർക്കും ഭക്തി ജീവിതമുണ്ട്, പലർക്കും വിശ്വാസമുണ്ട്, പലർക്കും ഭയമുണ്ട് ദൈവത്തെ, പലർക്കും വചനമുണ്ട്, വചനത്തെക്കുറിച്ച് അറിവുണ്ട്, പരിജ്ഞാനമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട് എന്നുള്ള ബോധ്യവുമുണ്ട്, നന്നായി ജീവിക്കണമെന്നുള്ള ആഗ്രഹവുമുണ്ട്. പക്ഷെ ആത്മീയ ജീവിതത്തെ തള്ളിക്കൊണ്ടുപോകാനുള്ള, ആത്മീയ ജീവിതത്തെ ഓടിച്ചു കൊണ്ടുപോകാനുള്ള ഊർജം, ആത്മശക്തി എവിടെയൊക്കെയോ കുറഞ്ഞിരിക്കുന്നു. ഇത് മനസ്സിലാക്കുന്ന തിന്മയുടെ ലോകം നിന്റെ വീടിനെ ഒരു താവളമായി എടുത്തിരിക്കുന്നു, നിന്റെ ശരീരത്തെ ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നു. എന്നാൽ ഇന്ന് ഈ സമയം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കുക. ഇന്ന് എൻ്റെ മേൽ ആ ഡ്യുനാമിസ് പവർ, ഇന്ന് എൻ്റെ മേൽ അത്യന്ത ശക്തി, ഇന്ന് എൻ്റെ മേൽ ആത്മശക്തി. പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളെ നേടിയത് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൊണ്ടല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ. ചിലതൊക്കെ ചെയ്യുന്ന ആത്മശക്തി, ചിലതൊക്കെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന ആത്മശക്തി ഇന്നത്തെ ഈ മീറ്റിംഗിലൂടെ നിങ്ങളുടെ മേൽ പകരാൻ നിങ്ങൾ തയ്യാറായാൽ, നിങ്ങളുടെ വീടിനകത്ത് ഇനി നിങ്ങൾ എഴുന്നേറ്റ്, ഈ ആത്മശക്തിയിലാണ് ഇനി എഴുന്നേറ്റ്, യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ വീടിനെ ഭരിക്കുന്ന, എൻ്റെ കുടുംബ അംഗങ്ങളെ ഭരിക്കുന്ന, അവരെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഇരുട്ടിൻ്റെ ആത്മാവിനോടും കൽപ്പിക്കുന്നു, വിട്ടുപോക്കോണം എന്ന് പറഞ്ഞാൽ, യൂണിഫോം ഇല്ലാത്ത ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കുമോ അങ്ങനെ ആയിരിക്കത്തില്ല. യൂണിഫോം ഇട്ട് വന്ന പോലീസുകാരൻ കൈ കാണിച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെ നടക്കും. കാര്യം പിടികിട്ടിയോ? വീടിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ കരിയറിൻ്റെ മേൽ നിങ്ങൾ പറഞ്ഞത് സംഭവിക്കണമെങ്കിൽ ഈ ആത്മശക്തി നമ്മിൽ വേണം. ഇത് ദൈവം നമ്മുടെ മേൽ പകരുന്നത്, ഇതെല്ലാം ദൈവം നമ്മുടെ മേൽ പകരുന്നത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും സഹിഷ്ണുതയിലും കാത്തിരിപ്പിലും വിശ്വാസത്തിലും അനുസരണത്തിലും മാത്രമാണ്. പ്രൈസ് ദ ലോർഡ്. അനുസരണത്തിലും മാത്രമാണ്. കാരണം ആത്മശക്തിയെ ഉൾക്കൊള്ളുന്ന പാത്രങ്ങളായി നമ്മൾ മാറുമെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ മേൽ പകരത്തുള്ളൂ. അതെന്താ? അത് ക്യാരക്ടർ ആസ് ദ കണ്ടെയ്നർ, നമ്മുടെ സ്വഭാവം തന്നെയാണ്. ആത്മശക്തിയെ ഉൾക്കൊള്ളുന്ന പാത്രം, ചൂട് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ, അതിനകത്ത് നിങ്ങൾ 100 ഡിഗ്രി തിളച്ച വെള്ളം ഒഴിച്ചാൽ പോട്ടെ, 7up കിട്ടുന്ന ഒരു ബോട്ടിൽ, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ, ആ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്ത് 100 ഡിഗ്രി തിളച്ച വെള്ളം നിങ്ങൾ ഒഴിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ 1 ലിറ്റർ മണ്ണെണ്ണ ഒഴിച്ചാൽ ആ സാധനം ബോട്ടിൽ അങ്ങനെ തന്നെ ഇരിക്കും. പക്ഷെ 100 ഡിഗ്രി തിളച്ച വെള്ളം ഒഴിച്ചാലോ പിന്നെ ബോട്ടിൽ എങ്ങനെ ഇരിക്കും എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ഇതുപോലെയാണ് ചൂടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത പാത്രങ്ങളായി മാറണം. വർണ്ണദ്രാവകങ്ങളായി മാറണമെങ്കിൽ ഏതെങ്കിലും ബോട്ടിൽ ഒഴിച്ചാൽ മതി. പക്ഷെ വർണ്ണദ്രാവകങ്ങളായി മാറണ്ട. പകരം തിളയ്ക്കുന്ന ആത്മാവിനെ കൈകാര്യം ചെയ്യാൻ, ചൂടുള്ളവനായിരിക്കാൻ, ആത്മീയ കാര്യങ്ങളിൽ തീവ്രതയുള്ളവനായിരിക്കാൻ, അതിനുവേണ്ടി പകരാൻ കഴിയുന്ന പാത്രങ്ങളായി മാറും. നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളും ബൈബിൾ ടീച്ചിങ്സും അന്യഭാഷ പ്രാർത്ഥനകളും എല്ലാം നമ്മളെ അങ്ങനെയുള്ളവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്കിനി ബാക്കിയുള്ള സമയം പ്രാർത്ഥിക്കാനുള്ള സമയം ഇച്ചിരി മുന്നോട്ട് പോയി. ഇന്നൊരു അറ്റ്മോസ്ഫിയർ ഷിഫ്റ്റിങ്ങിന് സഹായകമാകുന്ന ദൈവാത്മാവിൻ്റെ പകർച്ചകൾ സ്വീകരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. കാരണം
ആത്മീയ അന്തരീക്ഷത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഈ ആത്മശക്തി ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മുടെ വീടിനകത്തുള്ള നിങ്ങളുടെ വീടിനകത്തുള്ള ആത്മീയ അന്തരീക്ഷത്തെ നിങ്ങൾക്ക് തിരിക്കണോ? നിങ്ങളെന്ന വ്യക്തി ഇങ്ങനൊരു ആത്മീയ അന്തരീക്ഷമുള്ളവനായാൽ മതി. നിങ്ങളുടെ വീട്ടിലുള്ള ചിലരെ നിങ്ങൾക്ക് ആത്മാവിൽ നേടണോ? ഇങ്ങനെയുള്ള ഒരു ആത്മശക്തി നിങ്ങളുടെ മേൽ വസിച്ചാൽ മതി. നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് നിങ്ങൾക്ക് വേണം, ആത്മീയമായി വിവേചിക്കാൻ. ചിലരൊക്കെ നിങ്ങളെ ചീറ്റ് ചെയ്യുന്നോ? ചിലരൊക്കെ നിങ്ങളെ കളിപ്പിക്കുന്നോ? ചിലരൊക്കെ നിങ്ങളെ യൂട്ടിലൈസ് ചെയ്യുകയാണോ? നിങ്ങളെ മുതലാക്കുകയാണോ? കാര്യം കാണാൻ വേണ്ടി മാത്രം നിങ്ങളെ ചില ആൾക്കാർ കൂട്ടുപിടിക്കുകയാണോ? സ്പിരിച്വൽ ഡിസേൺമെൻറ്റ് നിങ്ങൾക്കുണ്ടായാൽ മതി. ആത്മീയമായി വിവേചിക്കാനുള്ളൊരു കഴിവ്. ആത്മീയമായ വിവേചനം എന്ന് പറയുന്നത് ആത്മശക്തിയുടെ ഫലമായി നമ്മിലുള്ള കൃപാവരങ്ങൾ ജ്വലിക്കുന്നതിലൂടെ നടക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് കൃപാവരം ജ്വലിക്കാനും കൃപാവരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണോ? ഈ പറയുന്ന ഡുനാമിസ് പവർ അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മശക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന നിലയിൽ നിങ്ങളൊന്ന് ആത്മീയമായിട്ട് വളർന്നാൽ മതി. കർത്താവ് നിങ്ങളെ വളർത്തും. നിങ്ങളുടെ സ്പിരിച്വൽ മസിൽ എത്രത്തോളം നിങ്ങൾ ബിൽട്ടപ്പ് ചെയ്യുമോ, എത്രത്തോളം നിങ്ങൾ സ്ട്രോങ് ആക്കുമോ, അത്രത്തോളം നിങ്ങളെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കും. ഇനി ഒരു ദൂതും കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. സ്പിരിച്വൽ മസിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഈ നാളുകളിൽ കർത്താവ് നിങ്ങളെ ഒന്നിലേക്ക്, നിങ്ങൾക്ക് ഒരു ഡയറക്ഷനും ഇല്ല, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, പക്ഷെ എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉപവാസം, അതിനു വേണ്ടിയിട്ടായിരിക്കാം ഈ പ്രാർത്ഥന, അതിനു വേണ്ടിയിട്ടായിരിക്കും ഈ കാത്തിരിപ്പ്. എൻ്റെ മുമ്പിൽ ഒരു ഡോർ നീ തുറന്ന് തന്നല്ലാതെ എനിക്ക് ഒന്നും പറ്റത്തില്ല കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ ധാരാളം ദൈവം വചനമയക്കുന്നു, ധാരാളം ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരുന്നു. ആത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ ഇറങ്ങുന്നത് ലിറ്ററലി നിങ്ങൾ അറിയുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുന്നു, ഡയറക്റ്റായി നിങ്ങളോട് തന്നെ ഇടപെടുന്നു. ദൈവിക ദർശനങ്ങൾ നിങ്ങൾ കാണുന്നു, സ്വപ്നം നിങ്ങൾ കാണുന്നു, ദൈവം വേർഡിലൂടെ നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുന്നു. എല്ലാം ഈ നാളുകളിൽ നടക്കുമ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ റിസൾട്ട് ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഒരു മൊബൈൽ ചാർജ് ചെയ്യുന്നതിന് മുന്നേ, ഇപ്പം നിങ്ങൾ കടയിൽ നിന്ന് നിങ്ങളൊരു മൊബൈൽ ഷോപ്പിൽ നിങ്ങൾ മൊബൈൽ മേടിച്ചുകൊണ്ട് വരുമ്പം അതുകൊണ്ട് നിങ്ങൾ 1.5 മാസം തയ്ക്കത്തൊന്നുമില്ല. കാരണം ജസ്റ്റ് അതിനകത്തൊരു ഒന്ന് ബൂസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ചാർജ് മാത്രം, ഒരു 30% അല്ലെങ്കിൽ 20% ഒക്കെ ചാർജ് മാത്രമേ മൊബൈലിൽ കാണത്തുള്ളൂ. ആ മൊബൈൽ മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങളാരും ഒരാഴ്ച നിങ്ങൾ തികച്ചിട്ടില്ല. കാരണം മൊബൈൽ മേടിച്ചുകൊണ്ടിരുന്ന ആദ്യ സമയം അതിനെ താഴെ വെക്കത്തില്ലല്ലോ. നമ്മൾ ഫുൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ചാർജ് ഒന്നും അതിനകത്തില്ല. നമ്മൾ എന്തോ ചെയ്യും, ഇതിനെ കൊണ്ട് ഒരിടത്ത് പാത്ത് വെച്ച് അതിനെ ചാർജ് ചെയ്യും, അല്ലേ? ഈ ചാർജ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ പ്രിയപ്പെട്ടവരെ? ചാർജ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താ? ചാർജ് ചെയ്തുകൊണ്ട് അമ്മയെ ഒന്ന് വിളിക്കാം, ചാർജ് ചെയ്തുകൊണ്ട് ആ പപ്പായെ ഒന്ന് വിളിക്കാം. ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആദ്യത്തെ സമയങ്ങൾ ഫുൾ ചാർജ് കയറട്ടെ എന്ന് പറഞ്ഞ് അതിന് നമ്മൾ ശാന്തിയും സമാധാനവും കൊടുത്ത് ആശീർവദിച്ച് അതിനെ ഒരു മൂലയ്ക്ക് ഇരുത്തും. എന്നിട്ടോ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും, ചാർജായോ, 100 100%. എന്തിനാ? എടുത്തോണ്ട് നേരെ ബെഡിലോട്ട് പോയി കിടക്കാനാ. പിന്നെ ഇനി മൊബൈലിനെ പഠിക്കാനുള്ളൊരു ടൈമാണ്. ഈ ചാർജ് ചെയ്തതിന് മുമ്പ് നിങ്ങൾക്കൊരു ഉദ്ദേശമുണ്ട്. എന്തായിരുന്നു? ഇത് ഫുൾ ചാർജ് ആയിട്ട് വേണം ഇതിനെ ഒന്ന് ഉപയോഗിക്കാൻ. ഫുൾ ചാർജ് ആയ പിന്നെ ഇപ്പം തീരുമോ എന്തോ എന്ന പേടിയില്ല. നിങ്ങളിൽ പലരും, കൂടുതലും സ്ത്രീകളാണല്ലോ, നിങ്ങൾ കൂടുതൽ സ്ത്രീകളാണല്ലോ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയും കൂടെ പറയാം. നിങ്ങളുടെ കിച്ചണിലത്തെ കുക്കിംഗ് ഗ്യാസ് ഒരെണ്ണം സ്പെയർ സൈഡിലോട്ട് മാറിയിരുന്ന് ഞാനിവിടെ ഉണ്ട് എന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. പക്ഷേ ആ സാധനം തീർന്ന് മറ്റേ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന എടുത്ത് അടിയിലോട്ട് കയറ്റി കഴിയുമ്പം മുതൽ ടെൻഷൻ തുടങ്ങും. എന്താണെന്നറിയാമോ? സ്പെയർ ഇല്ല. ആ സെക്കൻഡ് മുതൽ നിങ്ങൾ വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങും. ഗ്യാസ് തീരാറായിട്ടോ, എടുത്തോണേ. സിലിണ്ടർ തീരാറായേ, എടുത്തോണേ. സിലിണ്ടർ ഒരെണ്ണം ഒഴിഞ്ഞിരിക്കുക, 1 മാസം കഴിഞ്ഞ് ഇപ്പം തന്നെ എടുത്തോണേ എന്ന് പറയും. കാര്യം എന്താ? തീരുമോ എന്നുള്ള ഭയം. റിസർവ് ചെയ്തിട്ടില്ല, അവിടെ സ്റ്റോർ ചെയ്തിട്ടില്ല, കീപ്പ് ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഈ ഭയം നമ്മളെ അലട്ടുന്നതും ആശങ്കകൾ നമ്മളെ അലട്ടുന്നതൊക്കെ വേണ്ടത്ര ചാർജ് ചെയ്യാത്തത് കൊണ്ടാണ്.
എന്നാൽ ഫുൾ ചാർജായി നിങ്ങളുടെ മൊബൈലിൽ ഇരിക്കുന്നെങ്കിൽ നിങ്ങൾക്കതിനകത്ത് നിന്ന് വീഡിയോ കോൾ ചെയ്യാം, നിങ്ങൾക്കതിൽ നിന്ന് വോയിസ് കോൾ ചെയ്യാം, നിങ്ങൾക്കതിൽ നിന്ന് ചാറ്റ് ചെയ്യാം, നിങ്ങൾക്കതിൽ നിന്ന് വീഡിയോസ് കാണാം, നിങ്ങൾക്കതിൽ നിന്ന് ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്ദേശം അയക്കാം, നിങ്ങൾക്കൊരു വ്യക്തിക്ക് മെയിൽ ചെയ്യാം. അങ്ങനെ എന്തെല്ലാം ഒരു മൊബൈലിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത് നേരത്തെ നിന്നെ ഒരിടത്ത് മാറ്റി ഇരുത്തി ചാർജ് ചെയ്തത് കൊണ്ടാണ് മൊബൈലേ. ഇതുപോലെ തന്നെയാണ് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് അധികമായി വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നതും അധികമായി ആത്മശക്തി നിങ്ങളുടെ മേൽ പകർന്നു തരുന്നതും ആത്മാവ് നിങ്ങളോട് ചില ദർശനങ്ങൾ കാണിച്ച് സംസാരിക്കുന്നതും ചില വചനഭാഗങ്ങൾ നിങ്ങളെ ദൈവം അറിയിക്കുന്നതൊക്കെ നിന്നെ ഒരു പ്രത്യേക സീസണിലേക്ക് വേണ്ടി, നിന്റെ സീസൺ ഷിഫ്റ്റിന് വേണ്ടി നിന്നെ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇപ്പൊ നിന്നെ ഒരു മൂലയ്ക്ക് ഒതുക്കി വെച്ച് ദൈവം ഇതൊക്കെ കുത്തി നിറയ്ക്കുന്നത് ഇനി നിനക്ക് ഇരിക്കാൻ പറ്റാത്തതുപോലെ കർത്താവിന്റെ നാമത്തിൽ നിന്നെ ഉപയോഗിക്കാൻ വേണ്ടിയാ. വിശ്വസിക്കുന്നവർ ഇതിനകത്തുണ്ടോ? ഇന്ന് നിന്റെ ഒരു വാക്കിന് വില തരാത്തവർ നാളെ നിന്റെ ഒരു മൊഴി പ്രാർത്ഥനയ്ക്ക് വില തരുന്ന നിലയിലുള്ള നിറവുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ നിറയ്ക്കുകയാണെന്ന് ആത്മാവാരോടോ തെളിവായി സംസാരിക്കുന്നു. നിന്റെ ഒരു ചിരിക്ക് തിരിച്ചു പ്രതികരിക്കാത്തവർ നിന്നെ ഒന്ന് കണ്ടെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്ന നാളുകൾക്ക് വേണ്ടി സ്വർഗം ഒരു അന്തർലീനമാകുന്ന ശക്തി കൊണ്ട് നിന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോ ഗ്ലോറി ഇൻ ദി നെയിം ഓഫ് ജീസസ്. ദൈവം ഇതിനകത്ത് പലരെ ഉപയോഗിക്കാൻ പോവുകയാണ്. കർത്താവ് പലരുടെയും സീസൺ ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒതുങ്ങി ഇരിക്കാനുള്ള കാലം തീരാൻ പോകുന്നു. ഒതുങ്ങി ഇരിക്കാനുള്ള കാലം തീരാൻ പോകുന്നു. നിന്നെ ദൈവം ഉപയോഗിക്കാൻ സമയമായി സിസ്റ്റർ, ഉപയോഗിക്കാൻ സമയമായി ബ്രദർ. നിങ്ങളോട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ചെയ്യാൻ സമയമായി ഡിയർ ബ്രദർ ആൻഡ് സിസ്റ്റർ. യേശുവിന്റെ നാമത്തിൽ അതിനുവേണ്ടി ആത്മശക്തി എത്ര പേർ കൊതിക്കുന്നു, ആത്മശക്തി എത്ര പേർ കൊതിക്കുന്നു. പലർക്കും ചെയ്യാൻ കഴിയാത്തത്, പ്രകൃതി നിയമങ്ങളെ പോലും വിസ്മരിപ്പിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ സംഭവിക്കണമെങ്കിൽ ഈ ആത്മശക്തി നിങ്ങളുടെ മേൽ ഒഴുകണം. ഓ മൈ ലോർഡ് ജീസസ്. അതിനുവേണ്ടി കാക്ഷിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ സമയം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, ഈ സമയം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ, ഈ സമയം പ്രാർത്ഥിക്കാൻ തയ്യാറായിക്കോ. നിങ്ങളുടെ ഈ ഫാസ്റ്റിംഗ് വെറുതെ അല്ല, നിങ്ങളുടെ ഈ ഫാസ്റ്റിംഗ് വെറുതെ അല്ല. നിങ്ങളുടെ ഈ നാളുകളിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വേർതിരിഞ്ഞിരിക്കുന്ന വെറുതെ അല്ല. വെറും പ്രാർത്ഥനക്കാരനല്ല, ആത്മാവും ശക്തിയും ഒഴുകുന്ന പ്രാർത്ഥന മനുഷ്യനായി കർത്താവ് നിന്നെ മാറ്റാൻ പോവുകയാണ്. സ്വർഗീയ നിക്ഷേപം നിറഞ്ഞ, സ്വർഗീയ നിക്ഷേപം നിറഞ്ഞ സ്വർഗീയ നിക്ഷേപം, സ്വർഗീയ നിക്ഷേപം. അതാരുടെയൊക്കെയോ കാതുകളിൽ ആ വാക്ക് തട്ടുന്നു, ആരുടെയൊക്കെയോ ഹൃദയത്തിൽ ആ വാക്ക് ഉടക്കുന്നു. ദൈവത്തിന്റെ സ്വർഗീയ നിക്ഷേപം, ദൈവത്തിന്റെ ആത്മനിക്ഷേപം ഒരു മനുഷ്യന്റെ സ്പിരിറ്റിലുണ്ടെങ്കിൽ അതുകൊണ്ട് അവനെ ദൈവം ഈ ഭൂമിയിൽ പുലർത്തും. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി ദൈവം നിങ്ങളിൽ നിറയ്ക്കും. ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, നിങ്ങളൊരു മക്കളുടെ കാര്യമായിരിക്കാം, നിങ്ങളുടെ കാര്യമായിരിക്കാം, ജോലിക്കാരിയായിരിക്കാം, ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പക്ഷേ ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായി തമ്പുരാൻ ഇതിനകത്ത് ചെയ്യാൻ പോവുക. എനിക്ക് പേരെടുത്ത് പറയണമെന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇനി അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ നേരെ നിങ്ങളെ ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ക്ഷണിക്കുകയാണ്. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ആത്മശക്തി ഇതിനകത്ത് മൂവ് ചെയ്തു തുടങ്ങും. ആത്മശക്തി ഇതിനകത്ത് മൂവ് ചെയ്തു തുടങ്ങും. പ്രാർത്ഥിച്ചോ കർത്താവേ, ആ ഡ്യുനാമിക്സ് പവർ കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്, ആ ഒരു ഇൻഹറന്റ് പവർ കൊണ്ട് എന്നെ നിറയ്ക്കണമെന്ന്, എന്റെ സ്പിരിറ്റ് മാൻ, എന്റെ ഇന്നർ മാൻ ഇന്ന് സ്ട്രോങ് ആകണമെന്ന്. എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും, എത്ര ദൈവമക്കൾ പ്രാർത്ഥിക്കും. അവരുടെ ജീവിതത്തിൽ ഒരു മേജർ ഷിഫ്റ്റ്, ഒരു സീസൺ ഷിഫ്റ്റ്, ഒരു ഡെസ്റ്റിനി ഷിഫ്റ്റ് നടക്കാൻ പോകുന്നു. In the name of Jesus.
പ്രാർത്ഥിച്ചോ. ചിലരെ സ്വർഗം സ്പർശിച്ചു തുടങ്ങുന്നു. In the name of Jesus. ചിലരെ തൊടുന്നു. ആത്മാവിന്റെ തീ ചിലരുടെ മേൽ കത്തി തുടങ്ങുന്നു. ഈ പ്രാർത്ഥനയിൽ എന്തോ പ്രകൃത്യാതീതമായി പരിശുദ്ധ ആത്മാവ് ചെയ്യുന്നു. വിശ്വസിക്കുന്നവന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി. ഓ റിഗമമമയ ശംതൽ കമനബബ അർഥുനബലബബ ദൈവശക്തി ആത്മശക്തി ഇതിനകത്ത് റിലീസ് ആകട്ടെ. ആത്മശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. ആത്മശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. ആ ആത്മശക്തി ഇതിനകത്ത് റിലീസ് ചെയ്യുന്നു. നിങ്ങൾ എവിടെയാണോ അവിടെ ഈ ഡ്യൂനാമിക്സ് പവർ വെളിപ്പെടും. നിങ്ങൾ എവിടെയാണോ അവിടെ ഈ ആത്മശക്തി വെളിപ്പെടും. നിങ്ങൾ എവിടെയാണോ ഏത് സ്പിരിച്വൽ വാർഫെയറിലാണോ അതിനെ ആത്മാവിൽ ഡീൽ ചെയ്യാൻ ഒരു സ്പെഷ്യൽ അനോയിന്റിംഗ് ഇന്നത്തെ ഈ മെസ്സേജിലൂടെ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ മേൽ ഷിഫ്റ്റ് ചെയ്യാണ്, റിലീസ് ചെയ്യാണ്. ഓ സ്പിരിറ്റ് ഇപ്പോൾ ഈ അന്തർലീനമാകുന്ന ശക്തി നിന്നിൽ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ നിന്റെ ശരീരത്തോട്, മനസ്സിനോട്, ചിന്തയോട്, ബുദ്ധിയോട്, ഭാവിയോട് പൊരുതി നിൽക്കുന്ന അദൃശ്യ വലയങ്ങൾ ദൈവാത്മശക്തിയിൽ തകർന്നു വീഴും. Jesus' name. Rigamamamamamama yeshandane. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെന്റെ മുൻപിലിനി ജയം എനിക്കുണ്ട്. ഈ സമയം ഞാൻ പറയുകയാണ്, ഇതുവരെ പ്രാർത്ഥനയ്ക്ക് ഫലം ഒന്നും കണ്ടില്ല ബ്രദറെ എന്ന്, ഇതുവരെ എൻ്റെ ഉപവാസങ്ങളൊക്കെ വെറുതെ ആയിരുന്നു ബ്രദറെ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ന്യായമായ സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവർ നിൽക്കുന്നെങ്കിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ആത്മശക്തിയിൽ ഇനി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ഈ ആത്മശക്തിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഹോളി സ്പിരിറ്റ് ആരെയൊക്കെയോ ഭയങ്കരമായി ഇങ്ങനെ ഹോവർ ചെയ്യാട്ടോ. ആരുടെയൊക്കെയോ മേൽ ഹോളി സ്പിരിറ്റ് ഇങ്ങനെ ഹോവർ ചെയ്യാണ്. ആ പ്രസൻസ് ഇങ്ങനെ ചിലരുടെ ശിരസിൽ വന്ന് മൂടി നിൽക്കുകയാണ്. പ്രസൻസ് മൂടി നിൽക്കുകയാണ്. In the name of Jesus. Bashara baba baba. Renememene kondorolorolobosio.
Release of the glory, power of the Holy Holy Ghost. Jesus Christ. പിതാവേ, ഈ മക്കളെ അവിടുത്തെ കൈകളിലേക്ക് ഞാൻ തരികയാണ്. ദൈവാത്മാവിനാൽ, ശക്തിയാൽ, പരിശുദ്ധ ആത്മാവിൻ്റെ അഭിഷേകത്താൽ ഇന്ന് കേട്ട ഈ വചനത്തിനകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചിലതൊക്കെ ആത്മാവിൽ പടപൊരുതി നേടുവാൻ ഒരു പുതിയ അഭിഷേകം ശിഷ്യന്മാരുടെ മേൽ ദൈവം പകർന്നതുപോലെ, വാഗ്ദത്തമുള്ളവന്റെ മേൽ ദൈവം പകർന്നതുപോലെ ആത്മശക്തി കൊണ്ട് ആത്മാവിൽ ഞങ്ങൾക്കെതിരെ പോരാടുന്നതിനെ ജയിപ്പാൻ ഒരു പ്രത്യേക അഭിഷേകം ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ. In the name of Jesus, in the name of Jesus, in the name of Jesus. അതിനെ യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കൈകൾ ഉയർത്തി ജീവനുള്ള ദൈവത്തെ സ്തുതിച്ചാട്ടെ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ഗോഡ്.